ഹലോ ഹായ് എല്ലാവർക്കും ലെനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, മൊഡ്യൂൾ ഹൈലൈറ്റ്സ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മൾ വേഗം, അതായത് ഒരു എക്സാമിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മൾ മൈൻഡിൽ ഓർത്ത് വെക്കേണ്ടത്, ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻട്രൊഡക്ഷൻ. ഓപ്പറേഷൻ ആംപ്ലിഫയർ നമ്മൾ പറഞ്ഞല്ലോ, എന്ത് നമ്മൾ പഠിക്കുമ്പോഴും ദർ ഷുഡ് ബി ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. സോ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, അതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. 3 ടെർമിനൽ ആണ് അതിനുള്ളത്. വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് 2 ഹൈ ഇംപിഡൻസ് ഇൻപുട്ട് ആണ് ഉള്ളത് അല്ലെ. ഇപ്പോൾ 2 ഹൈ ഇംപിഡൻസ് ഔട്ട്പുട്ട് ഇൻപുട്ടും അതുപോലെ തന്നെ അതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. വൺ ഓഫ് ദി ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ് അല്ലെ. ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഉണ്ട് അല്ലെ. സോ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് മാർക്ക് വിത്ത് എ നെഗറ്റീവ് ഓർ മൈനസ് സൈൻ ആണ്. ആൻഡ് ദ അതർ ഇൻപുട്ട് കോൾഡ് ദ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് മാർക്ക് വിത്ത് എ പോസിറ്റീവ് ഓർ പ്ലസ് സൈൻ അല്ലെ. അപ്പോൾ എന്താണ് ഒരു ഇൻപുട്ട് സ്റ്റേജ്? ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ സിമ്പിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ് അല്ലെ. അപ്പൊ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഉണ്ട്. ഇതിൽ ഡുവൽ ഇൻപുട്ട് ബാലൻസ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇതിലുള്ളത്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണുള്ളത്. അതുപോലെ തന്നെ ലെവൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എമിറ്റർ ഫോളോ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. കറന്റ് സോഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ, അതായിരിക്കും എന്റെ ഔട്ട്പുട്ട് സ്റ്റേജ്. ഓരോന്നും എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ദ ക്ലാസിഫിക്കേഷൻ ബൈ സർക്യൂട്ട് കോൺഫിഗറേഷൻ. അതിൽ ആദ്യത്തെയാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, രണ്ടാമത്തെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, മൂന്നാമത്തെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, നാലാമത്തെ സമ്മിങ് ആംപ്ലിഫയർ ആൻഡ് ഇന്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റർ അല്ലെ. ഇതിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെയുണ്ട്. ഇൻപുട്ട് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലായിരിക്കും ത്രൂ എ റെസിസ്റ്റർ. ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻപുട്ട്. സോ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. എന്താണ്? ഇതുകൊണ്ട് വരച്ചാൽ കാണുമോ? അതായത് നമുക്കറിയാം, ഇപ്പൊ ഇതൊരു വേവ് ആണെങ്കിൽ ഇതിന്റെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക അല്ലെ, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ഇനി 360 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? സെയിം വേവ് തന്നെയായിരിക്കും നമുക്ക് വരിക. കംപ്ലീറ്റ്ലി ഒരു റൊട്ടേഷൻ കഴിഞ്ഞു എന്നർത്ഥം, ശരിയല്ലേ? കംപ്ലീറ്റ്ലി ഒരു റൗണ്ട് കഴിഞ്ഞു എന്നർത്ഥം. സോ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് ഇൻവേർട്ടിംഗിൽ വരിക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഇൻപുട്ട് സിഗ്നൽ കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവിലേക്ക് ആയിരിക്കും. ഔട്ട്പുട്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട്. ഇൻപുട്ട് എന്താണോ കൊടുത്തത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെങ്കിൽ ആംപ്ലിഫൈസ് ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഏതാണ് ആംപ്ലിഫൈ ചെയ്യുക? വോൾട്ടേജ് ഡിഫറൻസ്, അതായത് ഇൻവേർട്ടിംഗും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആയിരിക്കും ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ കിട്ടുക അല്ലെ. ഇനി സമ്മിങ് ആംപ്ലിഫയർ പറയുമ്പോൾ എന്താണ്? സം ആണ് ചെയ്യുന്നത്. കമ്പൈൻ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഇൻടു എ സിംഗിൾ ഔട്ട്പുട്ട് ദാറ്റ് റെപ്രസെന്റ് ദ വെയ്റ്റഡ് സം. ആൻഡ് ഇന്റഗ്രേറ്ററും ഉണ്ട്, ഡിഫറൻഷിയേറ്ററും ഉണ്ട്. കോമൺലി മാത്തമാറ്റിക് കാൽക്കുലസ് ഫംഗ്ഷൻ ആണ് ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും ചെയ്യുന്നത്. ഇൻവേർട്ടിംഗ് ഓപ്പാം, അതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ആണ്. വോൾട്ടേജ് ഗെയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് -R2 ബൈ വി ഔട്ട് ബൈ വി ഇൻ. വി ഔട്ട് ബൈ വി ഇൻ തന്നെയാണ്. സോ ഇൻവേർട്ടിംഗ് ഓപ്പാം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. നോൺ ഇൻവേർട്ടിംഗിൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. ഓക്കെ, അടുത്തത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോൾട്ടേജ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് ടെർമിനൽസ് ഓഫ് ആൻ ഓപ്പ് ആംപ് ടു നൾ ഓർ സീറോ ദ കറന്റ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറന്റ് ഇൻ ദ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ഓഫ് ബാലൻസ്ഡ് ആംപ്ലിഫയർ. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ. നമ്മൾ സ്പീഡിൽ പോകുന്നത് എന്താണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഓരോന്നിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, CMRR, common mode rejection ratio. It is defined as the ratio of differential voltage gain AD to the common mode voltage gain ACM. That is CMRR is equal to AD by ACM, common mode rejection ratio.
Then slew rate, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. മാക്സിമം റേറ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ഓഫ് ടൈം അണ്ടർ ലാർജ് സിഗ്നൽ കണ്ടീഷൻ ആൻഡ് ഈസ് എക്സ്പ്രസ് ഇൻ വോൾട്ട് പെർ മീറ്റർ സെക്കൻഡ്സ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് dVo by dt max V by micro seconds. ഇൻപുട്ട് ഇംപിഡൻസ് ZN, ഔട്ട്പുട്ട് ഇംപിഡൻസ് Zout. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ദ ഇൻപുട്ട് കറണ്ട് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ദ ഇൻപുട്ട് കറണ്ട് ആണ് ഔട്ട്പുട്ട് ഇംപിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then summing amplifier പറഞ്ഞ പോലെ തന്നെ Vout is equal to RF by Rin, എല്ലാം കൂടി സം ചെയ്യുന്നു അല്ലെ. In the inverting op amp, that the inverting amplifier has a single input voltage applied to the inverting input terminal. If we add more input resistors to the input, കണ്ടോ ഈ ഒരു ഇൻപുട്ടിലേക്ക് എന്താ നമ്മൾ more input resistors ആഡ് ചെയ്യുമ്പോൾ എന്താണ് equaling to the original input resistor, we end up in with another operation amplifier circuit is called the summing amplifier. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് എന്ന് പറയുന്നത് summing inverter or even a voltage adder circuit എന്നാണ് ഇതിന്റെ ഒരു പേര്. Okay, summing amplifier very flexible circuit in able to effective or sum together several individual input signals. So these are all about summing amplifier. ഡിഫറൻഷ്യൽ ആണെങ്കിൽ എന്താണ് ഡിഫറൻസ് ആയിരിക്കും അല്ലെ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് വോൾട്ടേജ് സബ്ട്രാക്ടർ സർക്യൂട്ട് വിച്ച് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ഡിഫറൻസ് ഓഫ് ടു ഇൻപുട്ട് സിഗ്നൽസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ഓഫ് ആൻ op amp. അതായത് അത് പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷൻ ടു ദ വോൾട്ടേജ് ഡിഫറൻസ്, ദാറ്റ് ഈസ് V2 മൈനസ് V1 അല്ലെ. വോൾട്ടേജ് ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ് അപ്ലൈ ടു ദ ഇൻപുട്ട് ഓഫ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ഓഫ് ആൻ op amp. But as a standard operation amplifier has two inputs, inverting and non-inverting. We can also connect signals to both of these input at the same time, producing another common type of op amp circuit is called the differential amplifier. When the resistors R1 is equal to R2 and R3 is equal to R4, the above transfer function for the differential amplifier can be simplified as Vout is equal to R3 by R1 V2 minus V1. Okay. Then integrator ആണ്. By replacing the feedback resistance with the capacitor, we now have an RC network connected across the op amp. Feedback path producing another type of operation circuit commonly called the op amp integrator. അല്ലെ, replacing ഏത് replace ചെയ്യുന്ന feedback resistance നെ ഇവിടെയുള്ള resistance നമ്മൾ capacitor ആക്കി കഴിഞ്ഞാൽ എന്താ ഒരു integrator ആയി. Op amp integrator produce an output voltage which is proportional to the integral of the input voltage. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റർ ആണ്. കണ്ടോ ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ റെസിസ്റ്റർ ആണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് VS is equal to minus RC dVe by dt അല്ലെ. Then instrumentation amplifier ആണ്. Instrumentation amplifier എന്ന് പറയുന്നത് എന്താണ്? It's one kind of IC, that is integrated circuit ന്റെ ഒരു ടൈപ്പ് ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ്. സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. This amplifier comes under the family of differential amplifier because it increases the disparity among two inputs. The main function of this amplifier is to diminish surplus noise that is chosen by the circuit. അതായത് നോയ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. The instrumentation amplifier IC is an essential component in the designing of the circuit due to its characteristics like high CMRR, open loop gain is high, low drift as well as low DC offset. That is Vout equal to R3 by R2 to R1 plus R gain by V1 minus V2 എന്നാണ്. Okay. So these are all about instrumentation amplifier. അടുത്തത് കമ്പാരേറ്റർ ആണ്. കമ്പാരേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ആ പേരിൽ തന്നെ നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക്സിന്റെ പ്രത്യേകത എന്താണ്? ആ പേരിൽ തന്നെ നമുക്ക് സംഭവങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. കമ്പാരേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് which compare two inputs that are applied to it and produce an output. അതായത് രണ്ട് ഇൻപുട്ടിനെ കമ്പയർ ചെയ്യുന്നു അല്ലെ, കമ്പയർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മൾ V ഇൻപുട്ട് എന്ന് കൊടുക്കുന്നു, V റെഫറൻസ് ഇൻപുട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ V റെഫറൻസ് കൊടുക്കുന്നുണ്ട്. ഇത് ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ആണ്, അതുപോലെ തന്നെ ഇത് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ആണ്. ഇവിടെ V ഇൻപുട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V റെഫറൻസ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഔട്ട്പുട്ട് ലോ ആവും അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇൻപുട്ട് വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗിൽ എന്താണ്? ദാറ്റ് ഈസ് ഹൈ. ഓക്കെ, ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ആണ്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് വോൾട്ടേജ് അവിടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് അവിടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആകുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിൽ വരുന്നത്. ഓക്കെ, അടുത്തത് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ.
A zero crossing detector അല്ലെങ്കിൽ ZZD is one type of voltage comparator തന്നെയാണ്. Okay, so it's a type of voltage comparator used to detect a sine waveform transition from a positive and negative that coincide when the input crosses the zero voltage condition. അതായത് എന്താണ് പറയുന്നത്, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആണ് അല്ലെ. സീറോ ക്രോസ് ചെയ്യുമ്പോൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ സീറോ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ഹൈ ആകുന്നു. അടുത്ത സീറോനെ ക്രോസ് ചെയ്യുമ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഹൈ ആകുന്നു. അടുത്ത സീറോനെ ക്രോസ് ചെയ്യുമ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഹൈ ആകുന്നു. അടുത്ത സീറോനെ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ. സോ ദാറ്റ് ഈസ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ദെൻ op-amp detector that can detect the changes from positive to negative or negative to the positive level of sinusoidal waveform is known as the zero crossing detector. Next, എന്താണ്, Schmitt trigger ആണ്. Schmitt trigger, if the comparator is being used as a zero crossing detector, then such false triggering can cause a lot of problems. അതായത് ഒരു കമ്പറേറ്റർ ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. It may give wrong indication of zero crossing due to zero crossing of the noise rather than actual input zero crossing. So to avoid such unnecessary switching between high and low states of output, a special circuit, അതായത് ആ സ്വിച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സർക്യൂട്ട്, ആ സർക്യൂട്ടിന്റെ പേരാണ് എന്ത്, ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടോ. ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ആഡ് ഹിസ്റ്റെറിസിസ് ടു ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസിഷൻ ത്രെഷോൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. Hysteresis here means it provides two different threshold voltage level for rising and falling edge. Okay. Next, analog to digital conversion ആണ് അല്ലെ, ADC, analog to digital conversion. അപ്പോൾ an analog to digital converter changes an analog signal, അതായത് കണ്ടിന്യൂസിനെ എന്താക്കി മാറ്റുന്നു, ഡിസ്ക്രീറ്റ് ടേംസിലേക്ക് ആക്കി മാറ്റുന്നു അല്ലെ. കണ്ടിന്യൂസിനെ ഡിസ്ക്രീറ്റ് ടേംസിലേക്ക് മാറ്റുന്നു. അത് രണ്ട് ടൈപ്സ്. അപ്പൊ ADC എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് രണ്ട് ടൈപ്സ് ഉള്ളത്. ഡയറക്റ്റ് ടൈപ്പ് ADC ഉണ്ട്, ഇൻഡയറക്റ്റ് ടൈപ്പ് ADC ഉണ്ട്. ഡയറക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കൗണ്ടർ ടൈപ്പ് ഉണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാഷ് ടൈപ്പ് ഉണ്ട്. ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ഡുവൽ സ്ലോപ്പ് ADC ആണ് ഉള്ളത്. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ADC അഥവാ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഇനി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണെങ്കിൽ രണ്ടെണ്ണമാണ് വരുന്നത്, വെയ്റ്റഡ് റെസിസ്റ്റർ DAC അതുപോലെ തന്നെ R2R ladder DAC. ഇതിപ്പോ നേരെ തിരിച്ചായിരിക്കും, ഡിജിറ്റൽ ഇൻപുട്ടിനെ എന്താക്കി മാറ്റുന്നു, അനലോഗ് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഫിൽറ്റേഴ്സ് ആണ്. ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം AC component, അതായത് the ripples in the signal denotes the presence of some AC component. This AC component has to be completely removed in order to get the pure DC output. നമുക്ക് pure DC output കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള AC component എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിഗ്നൽ നമ്മൾ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത്, which remove the AC component present the rectified output and allows the DC component to reach the load. അല്ലെ, എന്ത് സംഭവിക്കുന്നു, AC component റിമൂവ് ചെയ്തിട്ട് DC component പാസ് ചെയ്യുക എന്നുള്ളതാണ് ഫിൽറ്റേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആൻഡ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് ഫ്രീക്വൻസി, ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ട്, ബാൻഡ് റിജക്ട് ഫിൽറ്റർ ഉണ്ട്. ഓൾറെഡി ഇവിടെ നോക്കിക്കേ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഫ്രീക്വൻസീസ് മാത്രമാണ്, ആ ഒരു പെർട്ടിക്കുലർ ലോ പാസ് ഫിൽറ്റർ, അപ്പൊ ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് മാത്രമാണ് പാസ് ചെയ്യുള്ളൂ. ഹൈ പാസ് എന്ന് പറയുമ്പോൾ ഹൈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് പാസ് ചെയ്യുന്നു. ബാൻഡ് പാസ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് പാസ് ചെയ്യുന്നു. പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് റിജക്ട് ചെയ്യുന്നു, ദാറ്റ് ഇസ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ അല്ലെ. അടുത്തത് ഓസിലേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഓസിലേറ്റേഴ്സിനെ ബേസിക്കലി ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ സർക്യൂട്ട് കമ്പോണൻസിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം, റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് യൂസ് ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ബേസിക്കലി അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതില് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് വേവ് ഫോം ആണെങ്കിൽ രണ്ടെണ്ണം ഉള്ളത്, ഏത് സൈനസോഡിലുണ്ട്, നോൺ സൈനസോഡിലുണ്ട്. ഈ നോൺ സൈനസോഡ് എന്ന് പറയുന്നത് റെക്ടാംഗുലർ, ട്രയാംഗുലർ, അതർ അല്ലെ. സൈനസോഡിൽ സൈൻ വേവ് ആണ്, നോൺ സൈനസോഡിലും ഉണ്ട്. ഓക്കെ, അടുത്തത് വന്നിട്ട് സർക്യൂട്ട് കമ്പോണൻസ് ഏതൊക്കെയാണ്, RC, ഇപ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ക്രിസ്റ്റൽ ഓസിലേറ്ററും. അപ്പോൾ അതൊക്കെ വരികയാണെങ്കിൽ RC, ഫേസ് ഷിഫ്റ്റ്, വെയിൻ ബ്രിഡ്ജ്, ഹാർട്ട്ലി, കോൾപിറ്റ്സ്, ക്ലാപ്പ് ഓസിലേറ്റർ, മില്ലർ, പിയേഴ്സ്, അതൊക്കെ നമ്മുടെ ക്രിസ്റ്റലിൽ വരുന്നതാണ്. ഇനി ബേസ്ഡ് ഓൺ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണെങ്കിൽ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ഇനി ഫീഡ്ബാക്ക് ആണെങ്കിൽ UJT ഓസിലേറ്റർ ഇൻ വിച്ച് ഫീഡ്ബാക്ക് ഈസ് നോട്ട് യൂസ്ഡ് ആൻഡ് അതർ യൂസിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു സംഭവമാണല്ലേ, കമ്പാരിസൺ ബിറ്റ്വീൻ ദ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആൻഡ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അതിൽ
RC phase shift oscillator ആണെങ്കിൽ it is a phase shift oscillator used for low frequency range യൂസ് ചെയ്യുന്നതാണ് ഏത് RC phase shift എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതും ഏതാണ് വെയിൻ ബ്രിഡ്ജും ഇത് തന്നെയാണ് ഏത് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ തന്നെയാണ്. ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈസ് RC നെറ്റ്വർക്ക് ആണ്. പക്ഷെ ഇവിടെ എന്താണ് ലെറ്റ്ലാക്ക് വിച്ച് ഈസ് കോൾഡ് ദ വെയിൻ ബ്രിഡ്ജ് സർക്യൂട്ട് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതില് ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, RC ഫേസ് ഷിഫ്റ്റ് ആണ് അല്ലെ. സോ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഇതിലൊരു ഫേസ് ഷിഫ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല വെയിൻ ബ്രിഡ്ജിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഓപ്പാം യൂസ് ചെയ്യുന്നത് ഇൻവേർട്ടിംഗ് മോഡിലാണ്. ഇവിടുത്തെ ഓപ്പാം നോൺ ഇൻവേർട്ടിംഗ് മോഡിലാണ് വെയിൻ ബ്രിഡ്ജിൽ. ഓപ്പാം സർക്യൂട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1/2πRC√6 ആണ്. ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് F is equal to 1/2πRC. ആംപ്ലിഫയർ ഗെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് is greater than 29 and here the condition is greater than or equal to 3. Frequency variation is difficult. Mounting the two capacitors on common shaft and varying the values frequency can be varied. Next, PLL അഥവാ phased lock loop is a closed loop feedback system. എന്താണ് synchronize ചെയ്യുക the frequency and phase of a locally generated clock or oscillator with an incoming reference signals. അതായത് വരുന്ന സിഗ്നലിനെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എന്താണ് സിൻക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആക്കുക എന്നുള്ളതാണ് അല്ലെ. ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ ഫ്രീക്വൻസി സിന്തസിസ്, ക്ലോക്ക് ജനറേഷൻ ആൻഡ് ഡീമോഡുലേഷൻ ഇൻ മോഡേൺ ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ബേസിക് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് PLL എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിലെ കോർ കമ്പോണൻസ് PD അല്ലെങ്കിൽ PFD എന്ന് പറയുന്ന ഫേസ് ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫേസ് ഫ്രീക്വൻസി ഡിറ്റക്ടർ. കമ്പയർ എന്ത് ചെയ്യുന്നു, ഇതിന് ഫേസ് ഓഫ് ദി റെഫറൻസ് ഇൻപുട്ട് സിഗ്നൽ ടു ദ ഫീഡ്ബാക്ക് സിഗ്നൽ, അതായത് റെഫറൻസ് ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും കൂടി കമ്പയർ ചെയ്യുന്നു. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടിപ്പിക്കലി വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആയിരിക്കാം. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ഫേസ് ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന ലൂപ്പ് ഫിൽറ്റർ ആണ്. ഒരു ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതെന്താ ചെയ്യുക, ഇറ്റ് പ്രോസസ് ദ എറർ സിഗ്നൽ ഫ്രം ദ ഫേസ് ഡിറ്റക്ടർ ബൈ റിമൂവിംഗ് ഹൈ ഫ്രീക്വൻസി നോയ്സ് റിമൂവ് ചെയ്യുന്നു. Next, VCO generate an oscillating frequency. The frequency is directly proportional to the DC current provided by the loop filter. Okay. ഇതിലെ ക്രിട്ടിക്കൽ ഓപ്പറേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് ക്യാപ്ചർ റേഞ്ചും ലോക്ക് റേഞ്ചും. ദ സ്പാൻ ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി സെന്റർഡ് അറൌണ്ട് F0 that an unlocked PLL is capable of acquiring a lock onto the range. This range is narrow because it depends on the low pass filter bandwidth. And lock range എന്ന് പറയുന്നത് over which a PLL can successfully maintain ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ആണ് ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് ജനറേഷൻ ക്ലീനപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡീമോഡുലേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ്. എന്താണ് വോൾട്ടേജ് കൺട്രോൾ ഓസിലേഷൻസ്, എന്താണ് ഓസിലേഷൻസ് ഇസ് കൺട്രോൾ ബൈ ദ വോൾട്ടേജ് അല്ലെ. അപ്പോൾ ഇലക്ട്രോണിക് ഓസിലേറ്റർ ഹൂസ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡയറക്ട്ലി കൺട്രോൾ ബൈ ദ ഇൻപുട്ട് DC വോൾട്ടേജ് സിഗ്നൽ. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫിക്സഡ് കമ്പോണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. A VCO replace these voltage variable elements like varactor diodes and control mechanism. Altering the input voltage changes the capacitance in the circuit which proportionally adjusts the output frequency. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ആണ്. ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ഉണ്ട്, റിലാക്സേഷൻ ഓസിലേറ്റേഴ്സും ഉണ്ട്. ഹാർമോണിക് ഓസിലേറ്റേഴ്സിൽ യൂസ് LC ഓർ ക്രിസ്റ്റൽ ടാങ്ക് സർക്യൂട്ട്, ഇൻഡക്ടർ കപ്പാസിറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ലോ നോയ്സ് സൈൻ വേവ്സ് യൂസ്ഡ് ഇൻ റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്. റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ, ട്രയാങ്കുലർ അല്ലെങ്കിൽ സോ ടൂത്ത് വേവ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. LM566 അല്ലെങ്കിൽ NE566 ഇസ് എ ജനറൽ പർപ്പസ് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ്. അത് എന്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ഫോം. ഇതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 10 volt to 24 volt ആണ്. മാക്സിമം ഫ്രീക്വൻസി അപ് ടു 1 MHz. ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് സ്ക്വയർ വേവ്, അതുപോലെ തന്നെ ലീനിയർ ട്രയാങ്കുലർ വേവ്. ടെമ്പറേച്ചർ റേഞ്ച് 0 degree to 70 degree Celsius and it is an 8-pin device ആണ് അല്ലെ. അടുത്തത് IC555 timer is a robust, highly versatile integrated circuit used for timing pulse generation and oscillation. It operates on a simple principle. Internal comparator monitor external capacitor voltage against specific fractions of the applied voltage. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. IC555 ground, trigger, output reset, control voltage threshold, discharge and VCC. Core components, voltage divider, രണ്ട് കമ്പറേറ്റർ, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 മോഡാണ്. അതായത് അസ്റ്റേബിൾ മോഡ് ഉണ്ട്, മോണോസ്റ്റേബിൾ മോഡ് ഉണ്ട്, അതുപോലെ തന്നെ ബൈസ്റ്റേബിൾ ഉണ്ട്. ഈ ഒരു മോഡിൽ എന്താണ് പ്രത്യേകത, പിൻ 2 and 6
അതായത് പിൻ 2 എന്ന് പറയുമ്പോൾ ട്രിഗറും 6 എന്ന് പറയുന്ന ത്രെഷോൾഡും രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. The IC continuously re-triggered itself, causing the external capacitor to charge and discharge automatically. This continuous cycle generates a continuous square wave at the output. And coming to the monostable one shot, this mode acts as a one shot timer ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് the output stays in a stable low state until a momentary negative pulse is applied to the trigger pin. This temporarily set the output high for a precise duration. ആൻഡ് ബൈസ്റ്റേബിൾ ആകുമ്പോൾ എന്താണ് ബൈസ്റ്റേബിൾ അല്ലെ, ഇതിലിപ്പോ നമ്മൾ വൺ ഷോട്ട് ആണെങ്കിൽ ഇതിൽ എന്താ വരിക, റിമൈനിങ് ഇൻ ഏതർ എ ഹൈ ഓർ ലോ സ്റ്റേറ്റ് ആയിരിക്കും വരിക until to change when external trigger or reset button. Then coming to the Barkhausen criteria, the Barkhausen criteria എന്ന് പറയുന്ന ഒരു mathematical condition that determine whether an electronic feedback will produce a sustainable, അതായത് oscillations ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ it should follows the Barkhausen criteria. It required the total loop gain to exactly 1 and the total phase shift around the feedback to be multiple of 360. അതായത് എന്താണ് പറയുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, മാത്തമാറ്റിക്കൽ ഫോർമുല എ ബീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. ഇനി ലെസ് ദാൻ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും, ദ സിഗ്നൽ ഡാമ്പൻസ് ഓവർ ടൈം, ദ ഓസിലേഷൻ വിൽ ഡൈ ഔട്ട്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഓസിലേഷൻസ് വിൽ ഗ്രോ ഇൻ ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ട് വരും. ഇനി നോക്കുന്നത് ആ ഒരു ഓസിലേറ്റേഴ്സിലെ ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ് ഓസിലേറ്ററും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഹാർട്ട്ലി ഓസിലേറ്റേഴ്സ് നമ്മൾ 2 ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. കോൾപിറ്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും 2 കപ്പാസിറ്റേഴ്സ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡിവൈഡറും ഇത് കോൾപിറ്റ് കപ്പാസിറ്റർ അങ്ങനെ ഓർത്താൽ മതി, കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡർ ആയിരിക്കും. ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി മോഡറേറ്റ് ആണ്, ഹൈ ഫോർ കോൾപിറ്റ്. tuning is easier to tune across a wide frequency range using a single variable capacitor, more difficult to tune. Application RF oscillators use in the high frequency signal ആണ് കോൾപിറ്റ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ക്രിസ്റ്റൽ ഓസിലേറ്റർ XTAL അല്ലെ. Crystal oscillator is an electronic circuit that uses the mechanical resonance of a vibrating piezoelectric crystal, usually quartz, to generate an electrical signal with a highly precise and stable frequency. It is universally used as a heartbeat or clock reference in computers, microcontrollers, radios, and quartz watches. And these are the typical package crystal, and this is a quartz wafer, basic construction without case, and this is a symbol and electrical equipment. How it works based on the piezoelectric effect. And what is meant by the piezoelectric effect, when an electric voltage is applied to the quartz crystal എന്ത് സംഭവിക്കുന്നു, it physically deform അല്ലെങ്കിൽ vibrate ചെയ്യപ്പെടുന്നു. അപ്പോൾ conversely, when the crystal is mechanically compressed or vibrated, it generates a small electrical charge ആണ് അവിടെ generate ചെയ്യുന്നത്. Generating the frequency, the crystal is cut and ground to incredibly precise physical dimensions so that it vibrates at a specific natural frequency. Oscillator circuit, the crystal is placed in the feedback loop with an amplifier. The circuit continuously pump electrical energy into the crystal to keep it vibrating, and the crystal mechanical vibration dictate the exact frequency of the resulting output. So this is the oscillator circuit, and the operation of the crystal oscillator എന്ന് പറയുന്നത് is based on എന്ത് effect ആണ്, piezoelectric effect. Then multi-vibrator. 3 types of multivibrators ആണ് ഉള്ളത്. ഏതൊക്കെയാണ്, അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, അതുപോലെ തന്നെ ബൈസ്റ്റേബിൾ. അസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഫ്രീ റണ്ണിങ്, മോണോസ്റ്റേബിൾ നമ്മൾ പറഞ്ഞു വൺ ഷോട്ട്, ആൻഡ് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് അല്ലെ. അതില് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന് 0 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത്, switches back and forth between 2 states, അതായത് ഹൈ ആൻഡ് ലോയിൽ ഇങ്ങനെ സ്വിച്ചസ് ചെയ്യപ്പെടും. How it works, because it cannot hold a state indefinitely, to generate a continuous stream of square waves generate ചെയ്യപ്പെടും. Key application used as clock pulse generator for microprocessors in pulse width modulation to control motors. Common implementation can be built using discrete transistors or classic 555 timer IC in unstable mode. മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ പറയുമ്പോൾ 1 ഷോട്ട് ആണ്. അതിൽ എന്തായിരിക്കും 1 സ്റ്റേബിൾ സ്റ്റേറ്റും 1 ക്വാസി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ സ്റ്റേറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. ടൈം ഡിലേ സർക്യൂട്ട്സിലാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റേഴ്സ് ആണ്. 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഹൈയും ലോയും ഉണ്ടായിരിക്കും. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, the circuit remains in whichever state it was last put into the indefinitely. It requires an external trigger to force it to flip from one stable state to the another. And the key application എന്ന് പറയുന്നത് its foundation in digital data storage, RAM അല്ലെങ്കിൽ ബൈനറി കൗണ്ടേഴ്സിലാണ് അത് ഉള്ളത്. ഓക്കെ, ഇനി
അവസാനത്തെ ടോപ്പിക്കാണ് യു ടി പി അതുപോലെ തന്നെ എൽ ടി പി. ഷ്മിറ്റ് ട്രിഗറിൽ വരുന്ന യു ടി പിയും അതുപോലെ തന്നെ എൽ ടി പിയും. യു ടി പി എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പർ ട്രിപ്പ് പോയിന്റും എൽ ടി പി എന്ന് പറഞ്ഞാൽ ലോവർ ട്രിപ്പ് പോയിന്റും ആണ്. ആർ ടു ഡിസ്റ്റിങ് വോൾട്ടേജ് ത്രെഷോൾഡ് ദാറ്റ് പ്രിവെന്റ് നോയ്സ് ഫ്രം കോസിങ് നോയ്സ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. The defined boundaries of the circuit hysteresis determining exactly when the output transition from low to high and vice versa. Input direction triggered on rising signal. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇൻപുട്ട് ഡയറക്ഷൻ എപ്പോഴാണ് ട്രിഗർ ചെയ്യുന്നത്, റൈസിംഗ് സിഗ്നലിലും അതുപോലെ തന്നെ എൽ ടി പിയിൽ ട്രിഗർ ചെയ്യുന്നത് എന്താണ്, ഫോളോയിങ് സിഗ്നലിലുമാണ്. ഔട്ട്പുട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ലോ ടു ഹൈയും ആ പേര് പോലെ തന്നെ ഔട്ട്പുട്ട് ആക്ഷൻ എൽ ടി പിയിൽ ഹൈ ടു ലോയും ആണ്. വോൾട്ടേജ് ലെവൽ ഹയർ വോൾട്ടേജ് വാല്യൂ ആണ്, ഇതിൽ വരുന്നത് ലോവർ വോൾട്ടേജ് വാല്യൂ ആണ്. പ്രൈമറി റോൾ പ്രിവെന്റ് ഫോൾസ് ട്രിഗറിംഗ് ഓൺ സ്മോൾ റൈസിംഗ് നോയ്സ്, പ്രിവെന്റ് ഫോൾസ് ട്രിഗറിംഗ് ഓൺ സ്മോൾ ഫോളിംഗ് നോയ്സ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് യു ടി പി ആൻഡ് എൽ ടി പി. ആൻഡ് അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് എന്ന് പറഞ്ഞു പോയി. എല്ലാവർക്കും എടുത്ത കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.